ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്യാവുന്ന ഒരു ചോക്കറാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ചോക്കർ സെറ്റ്. ഇതിനകത്ത് കമ്മലും കൂടെ ആഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ കളറിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ചോക്കറാണ്. ഇത് നമുക്ക് പട്ടുപാവാടയുടെ കൂടെയൊക്കെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റാവുന്ന, കണ്ടോ ഇതിൻ്റെ കമ്മൽ. പക്ഷേ ഇതിൻ്റെ ബാക്ക് സ്റ്റഡ് ഇല്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ജിമുക്ക മോഡൽ ഉള്ളൊരു കമ്മലാണ്. അതുപോലെ ഈ ചോക്കറിൻ്റെ ഇരുവശത്തുമുള്ള എൻഡിങ്ങിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പെൻഡൻ്റാണിത്. അതിനൊരു കൊളുത്ത് പോലെ ഉണ്ട്, അത് സെപ്പറേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കുക. ലാസ്റ്റ് ഇരുവശത്ത് വെച്ച് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്, ഗോൾഡൻ ഗിയർ വയർ. പിന്നെ ഉള്ളത് ടൂൾസ്, കട്ടിംഗ് പ്ലെയറും പ്രസ്സിംഗ് പ്ലെയറുമാണ്. പിന്നെ ഗിയർ ലോക്ക് വേണം, ഗോൾഡൻ ഗിയർ ലോക്കാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ചോക്ക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ഹുക്കും കൂടെ പിടിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗിയർ വയർ ആവശ്യമുള്ള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ വയർ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇത് വളവും തിരിവും ഒന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കണം. കാരണം അത് ഇടയ്ക്കെങ്കിലും ഒടിഞ്ഞും മടങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മാല കറക്റ്റായിട്ട് നിൽക്കത്തില്ല. അപ്പം ഞാൻ ദാണ്ട ഇവിടെ ആദ്യത്തെ ആ കൊളുത്തുള്ള ഫസ്റ്റ് പെൻഡൻ്റാണ് ആദ്യം ഞാൻ കോർക്കുന്നത്. ഈ പെൻഡൻറ്റിൻ്റെ ഇരുവശത്തുമായിട്ട് ഹോളുകളുണ്ട്. അപ്പോൾ ആ സൈഡിലുള്ള ഹോൾ വഴിയാണ് നമ്മൾ ഈ ഗിയർ വയർ കടത്തി കോർത്തെടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇരുവശത്തുമായി ഞാൻ ആ ഹോൾ വഴിയാണ് ആ ഗിയർ വയറിനെ കോർത്തെടുക്കുന്നത്. ഗിയർ വയർ മടങ്ങിയൊന്നും പോകാതെ സൂക്ഷിച്ച് കറക്റ്റാക്കി നിവർത്തി പതുക്കെ പതുക്കെ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ മറുവശവും നമ്മൾ കോർത്തെടുക്കുന്നു. ഇനി ഇതേപോലെ സെയിം ഡയറക്ഷനിൽ തന്നെ എല്ലാ പെൻഡൻറ്റും കോർത്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സെയിം ഡയറക്ഷനിൽ ഞാൻ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഒരു ബേസിക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പെൻഡൻറ്റ്, ഇപ്പോൾ ഈ മോഡൽ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻഡൻറ്റ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ചോക്കർ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പെൻഡൻ്റ് എല്ലാം കോർത്തെടുക്കുകയാണ്.
ഇനിയിപ്പോൾ ലാസ്റ്റ് പെൻഡന്റ് ഞാൻ കോർക്കുകയാണ്. ഞാനിവിടെ മാല മുഴുവൻ കോർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് അതിനെ ലോക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 2 ഗിയർ ലോക്കുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഗിയർ വയർ ഉപയോഗിച്ച് ലാസ്റ്റ് നമ്മൾ കോർത്ത് നിർത്തിയിരിക്കുന്ന പെൻഡന്റിലെ ആ കൊളുത്തിനുള്ളിലൂടെ ഗിയർ വയറിനെ കടത്തിയെടുക്കുകയാണ്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഗിയർ വയറിലേക്ക് 2 ഗിയർ ലോക്കുകളെ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ആ പെൻഡന്റിന്റെ കൊളുത്തിനുള്ളിലൂടെ കടത്തിയെടുത്ത ഗിയർ വയർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഗിയർ ലോക്കുകൾക്കുള്ളിലൂടെ തിരിച്ച് കോർത്തെടുക്കുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്തെടുക്കുന്നു. ഇനി ഗിയർ വയറുകൾ തമ്മിൽ നന്നായി വലിച്ച് അത് ടൈറ്റ് ചെയ്യുന്നു. നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ലോക്കുകളെ ചേർത്ത് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഗിയർ വയറിനെ ചേർത്ത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇരുവശങ്ങളിലേക്കുമായി അഡ്ജസ്റ്റബിൾ ബാക്ക് ത്രെഡ് അറ്റാച്ച് ചെയ്യണം. ഇതാ നമ്മുടെ ചോക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കമ്മലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം.